ശ്ലീഹാകാലം 3-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 10, 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: കാരുണ്യത്തിന്റെ കണ്ണികൾ. പ്രസിദ്ധനായ ഒരു ജർമ്മൻ ഗ്രന്ഥകാരന്റെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ് ഹൗ ഡു യു സ്പെൽ ഗോഡ്? ദൈവത്തെ എങ്ങനെ നിർവചിക്കാം എന്നതാകട്ടെ അതിന്റെ മലയാള വിവർത്തനം. ആ ഗ്രന്ഥത്തിൽ ചെറിയ ഒരു കഥ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. കഥ ഇങ്ങനെയാണ്: ഒരു രാജ്യത്തിലെ രാജാവ് തന്റെ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ചിന്തിച്ചു തന്റെ 3 ആൺമക്കൾക്കായി 3 വിശേഷപ്പെട്ട മോതിരങ്ങൾ പണികഴിപ്പിച്ച് അവർക്കായിട്ട് അതൊരു പേടകത്തിൽ സൂക്ഷിക്കാൻ വേണ്ട കൽപ്പന കൊടുത്തു. ഈ 3 മോതിരങ്ങളും പ്രത്യക്ഷത്തിൽ ഒരുപോലെ തോന്നും. ആകൃതിയിലും പ്രകൃതിയിലും കാഴ്ചയിലുമൊക്കെ 3 മോതിരങ്ങളും ഒരുപോലെ ഇരിക്കും. പക്ഷേ അതിൽ ഒരു മോതിരം മാത്രമേ യഥാർത്ഥത്തിൽ മേന്മയുള്ള മോതിരമായിട്ടുള്ളൂ. ഒറിജിനൽ എന്ന രീതിയിലേ നമുക്ക് ചിന്തിക്കാനാവുള്ളൂ. ഈ 3 മോതിരങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത പേടകത്തിൽ രാജാവിൻ്റെതായിട്ടുള്ള ഒരു കുറിപ്പും വയ്ക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ഇതിൽ ഒരു മോതിരം മാത്രമേ ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇത് ആർക്ക് ലഭിക്കുന്നുവോ ആ വ്യക്തി തന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവരോട് കാരുണ്യത്തോടും അനുകമ്പയോടും സഹാനുഭൂതിയോടും വിട്ടുവീഴ്ചയോടും അതിലുപരി സ്നേഹത്തോടും കൂടെ പെരുമാറാൻ ഇടവരും. അതാർക്ക് ലഭിക്കുന്നുവോ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഇതൊക്കെ നിഴലിക്കാൻ ഇടവരും എന്നതായിരുന്നു ആ കുറിപ്പ്. അത് ഭദ്രമായിട്ട് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തതിനു ശേഷം അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ചക്രവർത്തി ഈ ലോകവാസം വെടിഞ്ഞു. ചക്രവർത്തിയുടെ ലാസ്റ്റ് വിൽ എന്ന രീതിയിൽ ആ പേടകം പൊട്ടിച്ച് അതിലെ നിക്ഷേപിച്ചിരുന്ന 3 മോതിരങ്ങൾ ആൺമക്കളിൽ ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുത്തു. ആർക്കാണ് ശരിക്കുള്ള മോതിരം ലഭിച്ചിട്ടുള്ളത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഓരോരുത്തരും അവര് വിചാരിച്ചു ശരിയായിട്ടുള്ള മോതിരം തനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഭാഗ്യം ചെയ്തവനാണ് എന്ന് കരുതുകയും ആ വിചാരം മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ചിന്ത അവരിൽ ഉണർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും മറ്റുള്ളവരോട് വളരെ അനുകമ്പയോടും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും വിട്ടുവീഴ്ചയോടും അതിലുപരി സ്നേഹത്തോടും കൂടെ പെരുമാറാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് 3 സഹോദരന്മാരും വളരെ മാതൃകാപരമായിട്ടുള്ള ജീവിതമാണ് പിതാവിന്റെ മരണശേഷം രാജ്യത്ത് കാഴ്ചവെക്കാനിടവന്നത്. ഓരോരുത്തരും തനിതേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു ശരിയായിട്ടുള്ള മോതിരം തനിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ ഇടവരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്വഭാവത്തിലെ ഈ മാറ്റം വന്നത്. എന്തിനേറെ സത്യത്തിൽ പറഞ്ഞാൽ രാജകുടുംബാംഗങ്ങളിൽ വളരെ സൗഹാർദ്ദവും കാരുണ്യവും സ്നേഹവും ഉടലെടുക്കാനിട വന്നു. ആ രാജ്യത്തും സാമാന്യം ജനങ്ങളുടെ ഇടയിലും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും കൂടെ ജനങ്ങൾ പെരുമാറാനും ഇടവന്നു. ഇതാണ് ആ കഥ. ഈ കഥയിൽ ഇങ്ങനെ അവര് പെരുമാറാൻ ഇടവന്നതുകൊണ്ട് അവരും ആ രാജ്യവും രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ ഗതി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ഗതിയും നമ്മുടെ ജീവിതത്തിലും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും വിട്ടുവീഴ്ച മനസ്ഥിതിയോടും കൂടെ സഹജീവികളോട് പെരുമാറാൻ ഇടവരുമ്പോ നമ്മുടെ ജീവിതത്തിലും അവിസ്മരണീയമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ ഇടവരിക എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശു പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ സുവിശേഷം. ഈ സുവിശേഷത്തിലൂടെ യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥയിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട യാഥാർത്ഥ്യം നമ്മൾ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങളോട് കാരുണ്യപൂർവ്വം പെരുമാറാൻ ഇടവരണം എന്നുള്ളതാണ്.
ഈ അവസരത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവകഥ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ മനഃശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി കുറച്ച് കാലം ഞാൻ അമേരിക്കയിലെ ജീവിക്കാനിടവന്ന കാലം. ആ അവസരത്തിൽ പ്രസിദ്ധമായ ഷിക്കാഗോ നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ ഉണ്ടായിരുന്ന വ്യവസായശാലകളിൽ ഒന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് അടച്ചിടാനിടവന്നു. അതിന്റെ ഫലമായി അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പലരും ജോലി അന്വേഷിച്ച് മറ്റ് ഫാക്ടറികളിലും തൊഴിൽശാലകളിലേക്കുമൊക്കെ പോയി. പക്ഷേ അതിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലി അന്വേഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു മനസ്സ് വരാതിരിക്കാൻ കാരണം ആ യുവാവായിട്ടുള്ള ആ മനുഷ്യന്റെ മാതാപിതാക്കള് മരിച്ച് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള കൊച്ചു ഇടവക ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള സെമിത്തേരിയിലായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മാതാപിതാക്കന്മാരോടുണ്ടായിരുന്ന ആദരവും സ്നേഹവും കടപ്പാടിന്റെയും അടിസ്ഥാനത്തിൽ താൻ ആ ഗ്രാമം വിട്ട് ജോലി അന്വേഷിച്ചാണ് എന്ന് വരികിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ മനസ്സ് അനുവദിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ വീട്ടിൽ ദാരിദ്ര്യമാണ് എന്ന് വരികിൽ തന്നെ ആ വീട്ടിൽ തുടരാനിടവന്നു. ദാരിദ്ര്യത്തിന്റെ സ്ഥിതിവിശേഷം കൂടുതൽ ശക്തമായപ്പോ ആ യുവാവായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ബ്രയൻ എന്നായിരുന്നു, അയാള് അടുത്തുള്ള പട്ടണത്തിലേക്ക് ജോലി അന്വേഷിച്ചു പോകാമെന്ന് വിചാരിച്ച്, എന്നാൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാവുന്ന അത്രയും ദൂരത്തിലേക്ക് ഏതെങ്കിലും ജോലി അന്വേഷിച്ചു പോകാമെന്നുള്ള ധാരണയോടുകൂടി അദ്ദേഹം ജോലി അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ പഴഞ്ചൻ കാറിൽ യാത്രയായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അടുത്തുള്ള പട്ടണത്തിലേക്ക് ജോലി അന്വേഷിച്ച് പോയി. അവിടെ ജോലി അന്വേഷിച്ച് അദ്ദേഹം ചെയ്തിരുന്ന തരത്തിലുള്ള ജോലി ഒന്നും അദ്ദേഹത്തിന് തരപ്പെടുത്താൻ സാധിച്ചില്ല. അങ്ങനെ അല്പം നിരാശയോടുകൂടെ തന്നെ അദ്ദേഹം തന്റെ പഴഞ്ചൻ കാറിലെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയാണ്. അത് ഒരു നവംബർ മാസമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലം ആരംഭിച്ചിരിക്കുന്ന കാലം. സന്ധ്യയായി, മഞ്ഞ് കുറേശ്ശെ പെയ്യാനും തുടങ്ങി. സന്ധ്യാസമയത്ത് എല്ലാവരും ജോലി വിട്ട് വീടുകളിലേക്ക് പോകുന്ന ഒരു തിരക്കാണ്. ഹൈവേയിലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു ഹൈവേയിലെ വാഹനങ്ങള്. ഈ ബ്രയന്റെ പഴഞ്ചൻ കാറിലും അയാൾ ആ കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു യുവതി തന്റെ കാറ് ഹൈവേയിൽ നിന്ന് പുൾ ഔട്ട് ചെയ്ത് വഴിയോരത്തിൽ വളരെ ആകുലചിത്തയായിട്ട്, ആകാംക്ഷാഭരിതയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച ബ്രയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകം ഒരുപാട് പേര് കാറുമായിട്ട് പോകുന്നു. പക്ഷെ ആ സ്ത്രീയെ അവരൊക്കെ കണ്ടു കാണും. ആരും ആ സ്ത്രീയുടെ ആ നിൽപ്പിനെ പറ്റിയിട്ടോ ആ സ്ത്രീയെ സഹായിക്കുന്നതിന് വേണ്ടിയോ ആരും ഒന്നും ചെയ്തില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ബ്രയൻ ആ സ്ത്രീയുടെ നിൽപ്പും ആ അന്താളിപ്പുള്ള പെരുമാറ്റ രീതിയും കണ്ട് തന്റെ കാറ് പുൾ ഔട്ട് ചെയ്ത് ആ സ്ത്രീക്ക് എന്താണ് ആവശ്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി കാറിൽ നിന്ന് സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ സ്ത്രീയിൽ നിന്നപ്പോൾ മനസ്സിലാകുന്നു ആ സ്ത്രീയുടെ കാറിന്റെ ഒരു ചക്രം ഫ്ലാറ്റായിട്ടിരിക്കുക, അത് പഞ്ചറായി. അത് മാറ്റിയിടാൻ ഉള്ള ഒരു പ്രാപ്തി ആ സ്ത്രീക്ക് തനിച്ച് ഇല്ല. അതിന് തന്നെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടെ അവരെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സ്ത്രീ. സന്ധ്യയോടടുത്തു, തണുപ്പ് തുടങ്ങി, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷത്തിൽ ബ്രയൻ അനായാസം ആ സ്ത്രീയുടെ കാറിന്റെ പഞ്ചറായിട്ടുള്ള ആ വീല് മാറ്റിക്കൊടുത്തു. വളരെയധികം സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ ആ സ്ത്രീ ഒരു തുക പ്രതിഫലം എന്ന രീതിയിൽ ബ്രയനെ ഏൽപ്പിക്കുന്നു. ബ്രയനെ സംബന്ധിച്ച് വളരെ ദാരിദ്ര്യമാണ്. വീട്ടിലെ ആ അവസരത്തില് ഉണ്ടായിരുന്ന ജോലിയും
നഷ്ടപ്പെട്ടു. നിത്യനിദാന ചെലവുകൾക്ക് വഴിയില്ലാത്ത സ്ഥിതി. ജോലി അന്വേഷിച്ചു പോയി ജോലി പോലും കിട്ടാതെ നിരാശപ്പെട്ടു വരുന്ന അവസരം. എല്ലാ തരത്തിലും കാശിന് ആവശ്യമുള്ള ഒരു സമയമായിരുന്നു എന്നുവരികിലും ആ സ്ത്രീ കാശ് ബ്രയന് വെച്ചു നീട്ടിയപ്പോ ആ യുവാവ് വളരെ സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടെ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബ്രയൻ പറയുന്നു, ഞാനൊരു വേതനത്തിന് വേണ്ടി മാഡത്തിനെ സഹായിച്ചതല്ല, അതുകൊണ്ട് എനിക്ക് അതിനുവേണ്ടി ഒരു പ്രതിഫലം ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ സ്ത്രീ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ ബ്രയൻ ഒരു വ്യവസ്ഥ വെച്ചു. അങ്ങനെ വളരെ നിർബന്ധമാണെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും മാഡത്തിന്റെ സഹായം ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഇപ്പോൾ ഞാൻ ചെയ്ത സഹായം പോലെ ഔദാര്യത്തോടു കൂടെ ആ വ്യക്തിയെ സഹായിച്ചാൽ മതി. ഈ ഒരു വ്യവസ്ഥ ആ സ്ത്രീക്ക് സ്വീകാര്യമായി തീർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രയൻ കാശ് പ്രതിഫലമായിട്ടൊന്നും വാങ്ങാതെയും ബ്രയന്റെ പഴഞ്ചൻ കാറില് സ്വന്തം വീട്ടിലേക്ക് കാർ ഓടിച്ചു പോയി. ആ സ്ത്രീ തന്റെ അല്പം വില കൂടിയ കാറിൽ തന്റെ യാത്ര തുടരുകയും ചെയ്തു. 4-5 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ആ സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ അല്പം ക്ഷീണം തീർക്കാൻ വേണ്ടി വഴിയോരത്ത് കണ്ട ഒരു മോട്ടലിൽ, ചെറിയൊരു റെസ്റ്റോറന്റിൽ കയറി ലഘുഭക്ഷണത്തിന് വേണ്ടി ആ സ്ത്രീ ആ മോട്ടലിൽ കയറി. ലഘുഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി ആ സ്ത്രീയുടെ സാന്നിധ്യത്തിലേക്ക് വന്നത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു വെയിട്രസ് ആയിരുന്നു. ആ വെയിട്രസ് ആ സ്ത്രീക്ക് ആവശ്യമുള്ള ലഘുഭക്ഷണം കൊടുത്തു. അതിന്റെ ബില്ലും ആയിട്ട് ആ വെയിട്രസ് സ്ത്രീയെ സമീപിച്ചു. $2.50 ഭക്ഷണമാണ് ആ സ്ത്രീ കഴിച്ചത്. അതിന് പകരമായിട്ട് $100 ഒരു നോട്ട് ആ വെയിട്രസിനെ ആ സ്ത്രീ ഏൽപ്പിക്കുന്നു. ആ വെയിട്രസ് ഈ ബില്ലും ഈ നോട്ടും കാഷ്യറിന്റെ അടുത്ത് കൊണ്ടുപോയി അത് മാറി ആവശ്യമുള്ള പണം എടുത്ത് ബാക്കി സ്ത്രീക്ക് തിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി കാഷ്യറിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോ ആ സ്ത്രീയെ കാണാനില്ല. അതിനു പകരം ആ മേശപ്പുറത്ത് ഒരു കവറ് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അതിൽ $400 നോട്ടുകൾ അതിലുണ്ട്. കൂടെ ഒരു ചെറിയ കുറിപ്പും. ഞാൻ ഇത് ഒരു തരത്തിലും നിങ്ങളെ കടപ്പെടുത്തുന്നില്ല. എന്റെ സ്വന്തം മനസ്സാലെ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിട്ട് കരുതാം. അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നോട് ഒരു കടപ്പാടും ആവശ്യമില്ല. ആകെയുള്ള കടപ്പാട് നിങ്ങളുടെ സഹായം ആരെങ്കിലും ഇനിയുള്ള ജീവിതത്തിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഔദാര്യത്തോടു കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് മാത്രമേ ഉള്ളൂ ഈ രൂപയുടെ കടപ്പാടായിട്ട് നിങ്ങൾ ഗണിക്കേണ്ടത് എന്നൊരു കുറിപ്പും അതിലുണ്ട്. ഈ സ്ത്രീ അത്ഭുതത്തോടു കൂടെ വിസ്മയത്തോടു കൂടിയാണ് ആ കുറിപ്പും വായിച്ച് അതിലുള്ള $400 ബാക്കി വരുന്ന $100 $2.50 കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തുകയും കൊണ്ട് ആ സ്ത്രീ വീട്ടിലേക്ക് എത്തുന്നത്. ആ സ്ത്രീ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ബ്രയൻ തന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം ഭാര്യയെ പ്രതീക്ഷിച്ച് ബ്രയൻ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പൂർണ്ണ ഗർഭവതിയായിട്ടുള്ള തന്റെ ഭാര്യ അന്നത്തെ ജോലിയും കഴിഞ്ഞ് രാത്രിയോടുകൂടെ വീട്ടിൽ മടങ്ങിയെത്തുന്നത്. ക്ഷീണിതയാണ് ഭാര്യ. ബ്രയനെ കണ്ട് ബ്രയനും ജോലി ലഭിച്ചില്ല എന്ന ആ ന്യൂസ് കൈമാറിയതിനു ശേഷം തന്റെ സ്വന്തം ഭാര്യ അന്ന് റെസ്റ്റോറന്റിൽ ഉണ്ടായ സംഭവം ഭർത്താവിനെ അറിയിക്കുന്നു. ഇങ്ങനൊരു സ്ത്രീ ഇത്രയും രൂപ ഒരു കവറിൽ വെച്ച് ഒരു നോട്ടും അതിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങള് ഭർത്താവിനെ അറിയിക്കുന്നു. ഈ വിവരണം കേട്ടപ്പോ നമ്മുടെ ബ്രയൻ ഊറിച്ചിരിച്ചു യഥാർത്ഥത്തില്. കാരണം ബ്രയന് മനസ്സിലായി താൻ ആരുടെ കാറിന്റെ വീലാണ് പഞ്ചറായിട്ട് അത് മാറ്റിക്കൊടുത്തു ആ സ്ത്രീ ആയിരിക്കണം ഈ രൂപ തന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചത് എന്ന് ബ്രയന് ഊഹിക്കാൻ വിഷമമുണ്ടായില്ല. കാരണം ആ കുറിപ്പായിരുന്നു അങ്ങനെ ഊഹിക്കാൻ ബ്രയനെ സഹായിച്ചത്. നോക്കണം, കാരുണ്യത്തോടുകൂടെ ഒരു വ്യക്തി ആവശ്യത്തിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ, സഹജീവിയെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, അതിന് തുനിഞ്ഞപ്പോ
തീർത്തും വിസ്മയനീയമായ രീതിയിലാണ് അതിനുള്ള പ്രതിഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാൻ ഇടവരിക എന്നുള്ളതാണ് ഈ സംഭവകഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും ഉണ്ടായി കാണാം. ഇന്നത്തെ സുവിശേഷമായിട്ട് യേശു കൊണ്ടുവരുന്നത് ഈ കാരുണ്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു തരത്തിലും പ്രതിഫലേച്ഛ കൂടാതെ നല്ല മനസ്സോടുകൂടെ സഹജീവികൾക്ക് വേണ്ടി നാം അനുഷ്ഠിക്കാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടിലും വളരെ വളരെ വിശിഷ്ടമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ ജീവിതം തന്നെ ശ്രേഷ്ഠമാക്കാൻ അത് ഉപകരിപ്പിക്കും എന്ന സന്ദേശം നമുക്ക് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ യേശു പറയുന്ന കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നിയമപണ്ഡിതന്റെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന രീതിയിലാണ് യേശു ഇന്നത്തെ കഥ പറയുന്നത്. ആദ്യത്തെ ചോദ്യം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നായിരുന്നു എന്ന് വരികിലേ, രണ്ടാമത്തെ ചോദ്യം ആരാണ് എന്റെ അയൽക്കാരൻ എന്നതായിരുന്നു ആ നിയമപണ്ഡിതന്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും ശരിക്കുള്ള ഉത്തരം ആ ചോദ്യകർത്താവിനെ കൊണ്ട് തന്നെ യേശു പറയിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന രീതിയിലെ യേശു പറഞ്ഞ കഥയാണ് ഇന്നത്തെ നല്ല സമറിയക്കാരന്റെ ഉപമ എന്ന രീതിയിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്തിന്റെ കഥ പറഞ്ഞിട്ടും അതിന്റെ അവസാനം എന്ന രീതിയിൽ ആ നിയമപണ്ഡിതനെ കൊണ്ട് തന്നെയാണ് അതിന്റെ ഉത്തരം യേശു പറയിപ്പിക്കുന്നത്. ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. അതിൽ യേശു അവതരിപ്പിക്കുന്ന കഥയിലെ അയൽക്കാരനെ സംബന്ധിച്ചുള്ള നിർവചനം വളരെ ശ്രദ്ധേയമായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശു നൽകുന്ന അയൽക്കാരനെ സംബന്ധിച്ചുള്ള നിർവചനത്തിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. യേശു അവതരിപ്പിച്ച കഥയിലെ മറ്റെല്ലാ വ്യക്തികൾക്കും അഡ്രസ്സുണ്ട്. ലേവായൻ, പുരോഹിതൻ, സമറായക്കാരൻ, ഇങ്ങനെ ഓരോ അഡ്രസ്സിലാണ്, മേൽവിലാസത്തിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. അവരുടെ ജാതി, അവരുടെ വംശം, അവരുടെ തൊഴിൽ പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു അഡ്രസ്സിലാണ് യേശു അവതരിപ്പിച്ച കഥയിലുള്ള മറ്റ് എല്ലാ വ്യക്തികളുടെയും മേൽവിലാസങ്ങള് നമുക്ക് അറിയാം. പക്ഷേ ഈ കഥയിൽ അവതരിപ്പിച്ച അയൽക്കാരന് മാത്രം അഡ്രസ്സില്ല. അയാള് എവിടത്തുകാരനാണെന്ന് യേശു പറയുന്നില്ല, അയാളുടെ പേര് യേശു പറയുന്നില്ല, അയാള് ഏത് ജാതിക്കാരനാണെന്ന് പറയുന്നില്ല, എന്ത് ജോലിക്കാരനാണെന്ന് പറയുന്നില്ല. ഒരു തരത്തിലും ഒരു വിശേഷണം ആ മനുഷ്യനെ പറ്റിയിട്ട് യേശു പറയുന്നില്ല. ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് അയാളെ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ബോധപൂർവം യേശു നടത്തുന്നതായിരിക്കണം. അയൽക്കാരൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, നമ്മളടക്കമുള്ള മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറി വരാവുന്ന ചിന്ത, നമുക്ക് പരിചയമുള്ള മനുഷ്യൻ, നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന മനുഷ്യൻ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട മനുഷ്യൻ, നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട മനുഷ്യൻ, നമ്മുടെ കുടുംബ സമ്മേളനത്തിൽപ്പെട്ട മനുഷ്യൻ, നമ്മുടെ ജാതിയിൽപ്പെട്ട മനുഷ്യൻ, ഇങ്ങനെ നമ്മുടെ ഇടവകയിൽപ്പെട്ട മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥകളാണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ ഇടവരുന്ന ചിന്ത. എങ്കിൽ യേശു അവതരിപ്പിച്ച അയൽക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള യാതൊരു തരത്തിലും വ്യവസ്ഥ യേശു വെച്ചിട്ടില്ല. അതിൽ യേശു അവതരിപ്പിക്കപ്പെടുന്ന അയൽക്കാരൻ ഒരു പ്രത്യേക ജാതിയോ പ്രത്യേക മതമോ പ്രത്യേകമായിട്ടുള്ള യാതൊരു ബാധ്യതയും ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മനുഷ്യനല്ല. ഒരു മനുഷ്യൻ, അപരിചിതൻ. ഇവിടെ ആകെ കൂടിയുള്ള ഒരു വ്യവസ്ഥ ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോ അയൽക്കാരനെ യേശു നൽകുന്ന നിർവചനമാണ്, ആവശ്യത്തിലിരിക്കുന്ന ഏതൊരു മനുഷ്യനും അയൽക്കാരനായിട്ട് കാണാൻ സാധിക്കണം. നമുക്ക് ആവശ്യത്തിലിരിക്കുന്ന ഏതു തരത്തിലുംപ്പെട്ട മനുഷ്യനാകട്ടെ, അവനെ അയൽക്കാരനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ആളുകൾക്ക് യേശുവിന്റെ ശാസ്ത്രമനുസരിച്ച് അല്ലെങ്കിൽ ചിന്തയനുസരിച്ച്
ഒരു ശിഷ്യൻ അല്ലെങ്കിൽ യേശുവിന്റെ അനുയായി എന്ന രീതിയിലേക്കുള്ള പദവിയിലേക്ക് ഉള്ള സ്ഥാനത്തേക്ക് അർഹതയുള്ളൂ എന്ന സത്യമാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടേതായിട്ടുള്ള സഹായങ്ങള് മറ്റു യാതൊരു തരത്തിലുള്ള കടപ്പാടിന്റെയും അടിസ്ഥാനത്തിലല്ല നിർവഹിക്കപ്പെടേണ്ടത്. ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യനാണോ ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഞാൻ എന്തുമാത്രം നിസ്വാർത്ഥമായിട്ട് എന്റേതായിട്ടുള്ള രീതിയിലെ സഹായം നൽകാൻ വേണ്ടി ഞാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് മാത്രമേ എന്റെ ജീവിതത്തിന്റെ ധന്യത എനിക്ക് കണ്ടെത്താനാകൂ എന്നതാണ് യേശു ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശക്തമായ പ്രമേയം. ഈ പ്രമേയത്തിന്റെ പൊരുള് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ശേഷിച്ച കാലം നമുക്ക് ജീവിക്കാൻ ഇടവരട്ടെ. അതിന് നമുക്ക് ശ്രമിക്കാം.